ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു മമ്മൂക്കയുടെ ഒരു വീഡിയോ ആയിട്ടാണ്. പ്രമേയുക ഇപ്പൊ എനിക്ക് OTT വന്നിട്ടുണ്ട്. OTT വന്നതിന് ശേഷം ഭയങ്കര ചർച്ചയാണ്. പ്രത്യേകിച്ച് കൊടുമൺ പോറ്റിയുടെ ആ അഭിനയ മികവാണ് എല്ലാവരും വാഴ്ത്തിപ്പാടുന്നത്. സോഷ്യൽ മീഡിയ ഫുള്ള് ഇപ്പൊ നമുക്ക് റീൽസ് ആണെങ്കിലും എല്ലാം നോക്കിക്കഴിഞ്ഞാലും കൊടുമൺ പോറ്റിയുടെ സീൻസും അതിനകത്ത് ഒരുപാട് കട്ട് ഷോട്ടുകളൊക്കെ വെച്ചിട്ട് ഇല്ലേ എല്ലാ ഫാൻസുകാരും ഇതിട്ട് അർമാദിക്കുകയാണെന്ന് പറയാം. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഇതിനകത്ത് ഇല്ലേ സിദ്ധാർത്ഥിന്റെ അതുപോലെ തന്നെ അർജുൻ അശോകന്റെ അഭിനയം തന്നെ ആ ഒരു ലെവല് തന്നെ 3 പേരും ഒരു രക്ഷയില്ലാത്ത അഭിനയം തന്നെ ആയിരുന്നു പറയാം. പിന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് പുതിയ അനുഭവമായിരുന്നു. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാല് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്കൊരു ഇല്ലേ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ പിന്നെ നമ്മൾ അതെല്ലാം മറന്നത് ഇവരുടെ ഈ അഭിനയത്തിന്റെ മുൻപിലാണ്. പിന്നെ എനിക്ക് പിന്നെ നമുക്ക് അതിനെപ്പറ്റി തോന്നുന്നു. ഇതിനകത്ത് കുറെ സീനറീസ് പോലെ കാണിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ കളറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ അതൊക്കെ ഒരു ഡയറക്ടർ ബ്രില്യന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ സീൻ ഉണ്ട്, തകർത്ത ഒരു സീൻ തന്നെയായിരുന്നു. ആ ഒരു ഡബിൾ ലുക്ക് അല്ലെ, ആ ഒരു സൈക്കോ എന്ന് പറഞ്ഞ ലുക്ക് ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട് മമ്മൂക്കെ കാണിക്കുമ്പോ തന്നെ. അപ്പൊ നമുക്ക് ആ ഒരു സീൻ ഒന്ന് കണ്ടു നോക്കാം. കാലം പോലെ കലങ്ങി മറന്നൊരു പുഴ നിറയില്ല, അത് തിരിഞ്ഞു മറന്നു ഒഴുകും. അക്കരെ കടക്കാൻ എളുപ്പമല്ല. ആരാ സ്റ്റോറി കേട്ടവർക്ക് ആരാന്നാ ചോദിച്ചേ? അത് ആര് പണിപ്പര കിടന്നാലും ഞാൻ അറിയും. ഒരു വഴി പോക്കണ. ഇരുട്ട് ആ ഒരു കൊട്ടാരം സെറ്റാക്കിയതാ. പേടിപ്പിക്കുന്ന വീടിന്റെ വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. അടിപൊളിയായിരുന്നു. ആരാ എന്തിനാ ഇപ്പൊ നിങ്ങൾ വന്നേ? പാട്ടുപാടി കോലത്ത് തമ്മില് പള്ളി ഉറപ്പിക്കുന്ന പാടന പോരി ഉറങ്ങിയപ്പോ ജീവനും കൊണ്ട് ഓടിയതാ. അക്കരത്തെയ പിന്നെ മേടിക്കണ്ടല്ലോ. പാടൻ ബാടൻ ബാണഭട്ടൻ വലിയ പാരമ്പര്യമാണല്ലോ. സംഭാഷണം അടിപൊളി സിനിമ. അതുമില്ലേ? എന്നാ പിന്നെ പൂമണിപ്പാണനാരുടെ പിന്മുറക്കാരനാവും അല്ലേ? നേരെ നോക്കാം. ആ സീനാണ്. മാണിക്കിനെഴുതും പാടുവോ? അറിയാം, കോലത്തെന്നത് പാടാറുള്ളത്. ഇതൊന്നും ഉണ പറയാം. പാടാനാണെങ്കിൽ നന്ദുണിയോടെ ഓട്ടത്തിൽ അതൊക്കെ പോയി. ഇപ്പൊ പാട്ട് മാത്രം കൂടിയുള്ളൂ. കീർത്തനം നടിയിലറിയില്ല. അതൊക്കെ ബ്രാഹ്മണർക്കല്ലേ? ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി.
ആരും ബ്രാഹ്മണനാവില്ല. കർമ്മം കൊണ്ടാ. ചോദ്യമൊക്കെ പിന്നെ ഒരു പാട്ട് പാടാ കേൾക്കണേ. ആ മമ്മൂക്കെ കാണിക്കുന്ന ആ ഒരു ഷോട്ടിൽ തന്നെ ഈ സിനിമ അങ്ങ് മാറുക അല്ലെ. ആ സിനിമയുടെ ആ ഒരു ഗിരി തന്നെ മാറുന്ന രീതിയിൽ ഭയങ്കര ഒരു കേൾക്കുമ്പോ തന്നെ പേടി തോന്നുന്നുണ്ട്. അതുവരെ ഒരു അവാർഡ് ടൈപ്പിൽ ഈ പടം വരും. പക്ഷെ ആ ഒരു സീൻ വന്നപ്പോഴത്തേക്ക് ബീജിയവും മാറി, പിന്നെ മമ്മൂക്കയുടെ ആ ഒരു എക്സ്പ്രഷൻ വന്നപ്പോഴത്തേക്ക് പടം പിന്നെ നമുക്ക് തന്നെ ഭയങ്കര രസം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിനയം സത്യം പറഞ്ഞാല് നമ്മൾ പറയാൻ ആരുമല്ല, എങ്കിലും ആ ഒരു മാനസികവും ഇല്ല. വേറെ സിനിമയിൽ നിന്ന് ഇതിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ചിരി, ഇതിനകത്ത് ചിരി തന്നെ ശ്രദ്ധിച്ചു നമ്മൾ. ആ ഈ ഒരു ചിരി നമ്മൾ വേറെ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയാം. ആ ചിരി, ആ മുറുക്കാനൊക്കെ ഇല്ലേ, ആ വെറ്റില് അതൊക്കെ ചവച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നത് ഇടയ്ക്ക് ഇങ്ങനെ മേളിലോട്ടൊക്കെ ഇങ്ങനെ, അതൊക്കെ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കയ്യിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അറിയാതെ തന്നെ അദ്ദേഹത്തിന് വന്നു പോകുന്ന സാധനങ്ങളൊക്കെ. ഇപ്പൊ ഈ അത് ചവയ്ക്കുമ്പോ ഉള്ള ഒരു നമുക്ക് തന്നെ ഇറിറ്റേഷൻ വരും ഇല്ലേ. അപ്പൊ അതൊക്കെ ആ ഒരു ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യം വരെ ഇപ്പം ആ ഡയലോഗ് പറയുമ്പോൾ തന്നെ ആ ഫേസിൽ പല പല എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു വലിയൊരു അധികാരത്തിന്റെയും ഇല്ല, പിന്നെ അതിന്റെ കീഴ്ജാതിയോടുള്ള ഒരു പുച്ഛത്തിന്റെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് അവരിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇന്റർവെല്ല് കഴിഞ്ഞിട്ടൊക്കെ ഈ പടം വേറെ ലെവലാണ്. ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മള് സത്യം പറഞ്ഞാൽ അതുവരെ ഒരു പേടിപ്പിക്കലില്ലെങ്കിൽ ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴത്തേക്ക് പേടിക്കുന്ന കുറെ സീൻസ് ഒക്കെ അതിനകത്ത് അത് സത്യം പറഞ്ഞ മമ്മൂക്കയുടെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇത്ര സ്റ്റാർഡമായിട്ട് നിന്നിട്ടും ഇല്ലേ കൂടെ അഭിനയിക്കുന്ന സഹനടന്മാരായിട്ടൊക്കെ അഭിനയിക്കുന്ന രണ്ടുപേർക്ക് പുള്ളിയെക്കാട്ടി കൂടുതൽ സ്പേസ് ഈ സിനിമ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീൻസും ഏറ്റവും കൂടുതൽ ഡയലോഗ്സും എല്ലാം ഉള്ളതും അവർക്ക് രണ്ടുപേർക്കുമാണ്. അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞാൽ മമ്മൂക്ക നമ്മൾ സമ്മതിച്ചു പറ്റത്തില്ല. അങ്ങനെ ഒരു സിനിമയിൽ പുള്ളി അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ സമ്മതിച്ചു തന്നെ കൊടുക്കണം. അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ ഫസ്റ്റ് സീൻ ഇതാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഒരു ഇന്റർവൽ സീൻ ഉണ്ട്, മമ്മൂക്കയുടെ ഒരു ഡയലോഗ് പറഞ്ഞൊരു ഇന്റർവൽ സീൻ ഉണ്ട്, പിന്നെ ക്ലൈമാക്സിന്റെ ആ ഒരു സീനുണ്ട്. അപ്പൊ ആ ഒരു 3 വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ഇതിനകത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റ് 2 വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.